വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അച്ചീവബിൾ പാത്ത് എന്നൊരു ടേമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രോബ്ലം കോഡ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്ലോ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. നമുക്ക് ഫ്ലോ ഗ്രാഫ് എന്താണെന്നും ഫ്ലോ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയെന്നൊക്കെ അറിയാം. അപ്പോൾ ഏത് പ്രോഗ്രാം കോഡ് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയാലും നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. ഫ്ലോ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ പാത്ത് ടെസ്റ്റിംഗ് ചെയ്യണം. പാത്ത് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലോ ഗ്രാഫിൽ എത്ര വ്യത്യസ്തമായ പാത്തുകളുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലോ ഗ്രാഫിൽ നിന്ന് വ്യത്യസ്തമായ പാത്തുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ശരി. ഇതാണ് നമ്മുടെ ഫ്ലോ ഗ്രാഫ് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫ്ലോ ഗ്രാഫ് എങ്കിൽ ഈ ഫ്ലോ ഗ്രാഫിൽ നിന്ന് പാത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഈ ഫ്ലോ ഗ്രാഫിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാം. ഞാൻ എന്താണ് പറഞ്ഞത്? ഏതൊരു ഫ്ലോ ഗ്രാഫിൻ്റെയും പാത്തുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ ഫ്ലോ ഗ്രാഫിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം. അങ്ങനെയെങ്കിൽ ഈ ഫ്ലോ ഗ്രാഫിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എഴുതണ്ടേ? എഴുതാം. എന്താണ് ഈ ഫ്ലോ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എ എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഉടൻ സ്റ്റേറ്റ്മെൻറ്റ് ബി എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് സി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടവയാണ്. അങ്ങനെയെങ്കിൽ എനിക്കിങ്ങനെ എഴുതാം: ആദ്യം എ എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ ബി എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ സി എക്സിക്യൂട്ട് ചെയ്യുക. ഇതിനെ എ ഇൻറ്റു ബി ഇൻറ്റു സി ഫോർമാറ്റിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നെഴുതിയ എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് എ ബി ആൻഡ് സി ഇൻ ദ ഓർഡർ ദേ ഹാവ് റിട്ടൺ. അവരെ ഏത് ഓർഡറിലാണോ നമ്മൾ എഴുതിയത് അതേ ഓർഡറിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഡി ഇ എഫ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യം ഡി എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ ഇ എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ എഫ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് 3ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടവയാണ്. എങ്ങനെ? എഴുതിയ അതേ ഓർഡറിലാണ് അവരെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓർഡർ ഓഫ് എക്സിക്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ ഗ്രാഫ് ആയിരുന്നുവെങ്കിൽ എനിക്കതിനെ എ ബി സി എന്ന് എഴുതാം. വിച്ച് മീൻസ് ആദ്യം എ, പിന്നെ ബി, പിന്നെ സി എന്ന ഓർഡറിൽ അവരെ എക്സിക്യൂട്ട് ചെയ്യുക. ശരി, ഇതായിരുന്നു നമ്മുടെ ഫ്ലോ ഗ്രാഫ് എങ്കിലോ? ഇതെങ്ങനെയാണ്? ഇതിൻ്റെ അർത്ഥം എനിക്ക് ഇവിടെയാണ് എത്തിപ്പെടേണ്ടത്. അതായത് സി എന്ന നോഡിൽ എത്തിപ്പെടണം. സി എന്ന നോഡിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ എയിലൂടെ എത്താം, അല്ലെങ്കിൽ ബിയിലൂടെ എത്താം. ഇത് രണ്ടും കൂടെ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകിൽ എ എക്സിക്യൂട്ട് ചെയ്ത ശേഷം സിയിലേക്ക് വരാം, അല്ലെങ്കിൽ ബി എക്സിക്യൂട്ട് ചെയ്ത ശേഷം സിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? എനിക്ക് എന്തായാലും സി എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ സിക്ക് മുൻപ് ഒന്നുകിൽ എ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബി എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബി എക്സിക്യൂട്ട് ചെയ്യുക. ഇതിന് ശേഷം ഉറപ്പായും സി എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പോൾ പ്ലസ് സിമ്പൽ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർ എന്നതിനെയാണ്. അപ്പോൾ 2 ടേമുകൾ പ്രോഡക്റ്റായിട്ട് എഴുതിയാൽ എ സി എന്നെഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? എയും എക്സിക്യൂട്ട് ചെയ്യണം, സിയും എക്സിക്യൂട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൻഡ് എന്നാണ്. എ സി എന്ന് എഴുതിയാൽ എ ആൻഡ് സി എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. എ പ്ലസ് സി എന്ന് എഴുതിയാൽ എ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്തായാലും സി എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. പക്ഷെ സിക്ക് മുൻപ് ഒന്നുകിൽ എ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത ശേഷം പിന്നെ ഉറപ്പായിട്ടും സി എക്സിക്യൂട്ട് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ഫ്ലോ ഗ്രാഫിൻ്റെ ബൂളിയൻ എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയാൽ ഉടനെ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? എനിക്കിതിനെ ഇങ്ങനെ എഴുതാം: എ സി പ്ലസ് ബി സി എന്ന് എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താ? ആദ്യം എ എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ സി എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം ബി എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ സി എക്സിക്യൂട്ട് ചെയ്യുക. സിമ്പിൾ. അപ്പോൾ ഏത് ഫ്ലോ ഗ്രാഫ് കിട്ടിയാലും അതിനെ ബൂളിയൻ എക്സ്പ്രഷനാക്കി മാറ്റാൻ നമുക്കറിയാം. ബൂളിയൻ എക്സ്പ്രഷനായി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യാനും അറിയാം. മൂന്നാമതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ഫ്ലോ ഗ്രാഫ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തതിനെ? ഇവിടെ ആദ്യം എ എക്സിക്യൂട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ബി എക്സിക്യൂട്ട് ചെയ്യാം. എയും ബിയും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് ദാണ്ട് ഇവിടെ എത്തേണ്ടത്. പക്ഷേ ഡിയിലേക്ക് എത്താൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്.
സി വഴി വേണേലും എത്താം. അപ്പം ഞാൻ അതിനെ എങ്ങനെ ചെയ്യും? എനിക്ക് എന്തായാലും ഡി എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. പക്ഷെ ഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്നുകിൽ എയും അതിനുശേഷം ബിയും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിയിലേക്ക് വരാം. ആവർത്തിക്കുന്നു, ഒന്നുകിൽ എ എക്സിക്യൂട്ട് ചെയ്ത ശേഷം പിന്നെ ബി എക്സിക്യൂട്ട് ചെയ്ത ശേഷം പിന്നെ ഡിയിലേക്ക് വരാം. അല്ലെങ്കിൽ സി മാത്രം എക്സിക്യൂട്ട് ചെയ്ത ശേഷം വേണമെങ്കിലും ഡിയിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി, എയും ബിയും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിയിലേക്ക് പോകാം. അല്ലെങ്കിൽ സി മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ടും ഡിയിലേക്ക് പോകാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ വർക്ക് ചെയ്യുള്ളൂ. ഒന്നുകിൽ ഈ ഒരു പാത്തായിരിക്കും വർക്ക് ചെയ്യുക, അതായത് എയും പിന്നെ ബിയും പിന്നെ ഡിയും അങ്ങനെ വരാം. അല്ലെങ്കിൽ സി ടു ഡി ഡയറക്റ്റ് വരാം. അപ്പോൾ ഒന്നുകിൽ ഇവ അല്ലെങ്കിൽ ഇവ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതി, ഒന്നുകിൽ എയും ബിയും എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സി മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. ഇത് രണ്ടിലേത് എക്സിക്യൂട്ട് ചെയ്താലും നേരെ പിന്നെ പോകേണ്ടത് ഡിയിലേക്കാണ്. ഡിയിലെത്തി ഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായും ഇ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം ഈ ഒരു ഫ്ലോ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ ഞാൻ എഴുതി കഴിഞ്ഞു. ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യരുതോ? എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ഡി ഇ പ്ലസ് സി ഡി ഇ. ഇതായിരുന്നു നമ്മുടെ ഫ്ലോ ഗ്രാഫ് എങ്കിൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതിയേനെ ഒന്ന് നോക്കിക്കേ. അതായത് എനിക്ക് ഈ നോഡിൽ എത്തിച്ചേരണം. ഇവിടെ എത്തണമെങ്കിൽ ഒന്നുകിൽ നേരെ ഈ പാത്തിലൂടെ എത്താം, അല്ലെങ്കിൽ ഇവിടെ എത്തി പിന്നെ ഇവിടെ എത്തി ഇങ്ങനെ വരാം. അപ്പോൾ അതിനെ ഞാൻ എഴുതുന്നു, ഒന്നുകിൽ എ വഴി ഈ പോയിന്റിലെത്താം, അല്ലെങ്കിൽ ബിയും പിന്നെ സിയും എക്സിക്യൂട്ട് ചെയ്ത ശേഷം അവിടെ എത്താം. അപ്പോൾ ഈ ഭാഗത്തിനെ ഞാൻ എഴുതുന്നതാണ് എ പ്ലസ് ബി സി, വിച്ച് മീൻസ് ഐദർ എക്സിക്യൂട്ട് എ എലോൺ ഓർ എക്സിക്യൂട്ട് ബി ആൻഡ് സി ടുഗെദർ. ഒന്നുകിൽ എ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിയും സിയും ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്യുക. രണ്ടിലേത് ചെയ്താലും ഞാൻ ഈ പോയിന്റിലെത്തും. അപ്പോൾ ഇവിടം വരെ എത്തി. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് നേരെ ഇവിടെ എത്തണം. ഇവിടെ എത്തണമെങ്കിൽ ഇതിന് രണ്ട് എൻട്രി പോയിൻ്റാണ് ഉള്ളത്. ഒന്നുകിൽ ഇങ്ങനെ എത്താം, അല്ലെങ്കിൽ ഇങ്ങനെ എത്താം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ പോയിന്റിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ ഡിയിലൂടെ എത്താം, അല്ലെങ്കിൽ ഇയിലൂടെ എത്താം. അപ്പോൾ ഇവിടെ എത്താനുള്ള മാർഗം ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ. ഓക്കെ, അപ്പോൾ ഇതെഴുതി ഇതെഴുതി. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം ആദ്യം ഇവിടെ എത്തുക, അതിനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇവിടെ എത്തിയ ശേഷം ഉടൻ തന്നെ കണ്ടിന്യൂസ് ആയി ഇവിടെ എത്തുക, അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം എന്നാണ് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യത്തെ ടേം ഇവിടെ എത്താനുള്ള വഴി, അതിനുശേഷം ഉടൻ തന്നെ ഇവിടെ എത്തുക. അപ്പോൾ ഈ രണ്ട് ടേംസ് നമ്മൾ പ്രോഡക്റ്റ് ടേംസ് ആയിട്ട് എഴുതി. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റ് എന്താ? അടുത്ത ഇവിടെ എത്തണം. അവിടെ എത്തണമെങ്കിൽ ഇവിടം വരെ എത്തിയ ശേഷം ഇൻറ്റു എഫ് എന്ന് എഴുതുക. അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലെത്തണം. അപ്പോൾ ഇൻറ്റു ജി, പിന്നെ ഇൻറ്റു എച്ച്, പിന്നെ ഇൻറ്റു ഐ, പിന്നെ ഇൻറ്റു ജെ, പിന്നെ ഇൻറ്റു കെ, പിന്നെ ഇൻറ്റു എൽ. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കണ്ടിന്യൂസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിലാണോ അവ എഴുതപ്പെട്ടിരിക്കുന്നത് അതേ ഓർഡറിലാണ് അവരെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ആദ്യം എഫ്, പിന്നെ ജി, പിന്നെ എച്ച്, പിന്നെ ഐ, ജെ, കെ, എൽ, ഈ ഓർഡറിൽ തന്നെ അവരെ എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. അവ നിർബന്ധമായും എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്ന ഈ ഫ്ലോ ഗ്രാഫിൻ്റെ തത്തുല്യമായ ഒരു ബൂളിയൻ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബൂളിയൻ എക്സ്പ്രഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു എ എന്ന വാല്യൂവിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് എയ്ക്ക് ഇയുമായി മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഈ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഈ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? എ ഡി പ്ലസ് എ ഇ പ്ലസ്
BCD പ്ലസ് BCE. ആദ്യത്തെ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടും. ഇതേ ഇൻറ്റു തേർഡ് ടേം എന്താണ്? FGHIJKL. അത്രയായി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഈ AD എന്ന ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് AE എന്ന ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് BCD എന്ന ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് BCE എന്ന ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇങ്ങനെ എഴുതാം: AD FGHIJKL പ്ലസ് AE FGHIJKL പ്ലസ് ഇനി ഇത് BCD FGHIJKL പ്ലസ് ഇനി ഈ ടേം BCE FGHIJKL. അങ്ങനെ ഈ 4 ടേമുകളെയും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫൈനൽ കിട്ടിയ എക്സ്പ്രഷനാണിത്. ഇവിടം വരെ നമുക്ക് ചെയ്യാൻ അറിയാം. ഈ എക്സ്പ്രഷൻ എന്താണ്? ശരിക്കും ഈ എക്സ്പ്രഷൻ ഒരു SOP ആണ്. SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷനിലെ ഓരോ ടേമും ഓരോ പ്രോഡക്റ്റാണ്. ഇതെന്താ? കുറേ വേരിയബിളുകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വേറെ കുറേ വേരിയബിൾസിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിലെ ഏത് ടേം നിങ്ങൾ എടുത്താലും ഓരോ ടേമും ഓരോ പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ കുറേ പ്രോഡക്റ്റുകളുടെ സമ്മാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൂളിയൻ എക്സ്പ്രഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമുക്കൊരു SOP എന്ന് വിളിക്കാം. ദീസ് ആർ ഓൾ സം ഓഫ് പ്രോഡക്ട്സ്. ഈ എക്സ്പ്രഷനിലെ ഓരോ ടേമുകളും ഓരോ പാത്തുകളാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഇതൊരു പാത്താണ്, ഇതൊരു പാത്ത, ഇതൊരു പാത്ത, ഇതൊരു പാത്ത. അപ്പം മൊത്തം ഇവിടെ 4 പാത്തുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏതൊരു ഫ്ലോ ഗ്രാഫ് കിട്ടിയാലും അതിലെ പാത്തുകളെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം. ആ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു SOP കിട്ടുകയും ആ SOPയിലെ ഓരോ ടേമുകളും ഓരോ പ്രോഡക്റ്റ് ടേമുകളാണെന്ന് മനസ്സിലാവുകയും ഈ ഓരോ പ്രോഡക്റ്റ് ടേമുകളും ഓരോ വ്യത്യസ്തമായ പാത്തുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ഈസിയായി ഒരു ഫ്ലോ ഗ്രാഫിലെ എല്ലാ പോസിബിൾ പാത്തുകളും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പാത്തുകളെ കണ്ടെത്തിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പാത്തുകളെ ടെസ്റ്റ് ചെയ്തൂടെ? ഇപ്പം തന്നെ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 4 ടേമുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ പ്രോബ്ലത്തിന് 4 വ്യത്യസ്തമായ പാത്തുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ പാത്തുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഓരോ ഇൻഡിവിജ്വൽ പാത്തുകളെയും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. പാത്തുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഓരോ പാത്തുകളെ വീതം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത പാത്തിനെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ പാത്തിൽ എത്ര പ്രെഡിക്കേറ്റുകളുണ്ട് എന്നുള്ളതാണ്. ഒരു പാത്തിൽ ഒന്നിലധികം പ്രെഡിക്കേറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ പാത്തെടുത്തു, പാത്തിൽ എത്ര പ്രെഡിക്കേറ്റുകളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഓരോ പ്രെഡിക്കേറ്റുകളിലും വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണോ അതോ ഇവിടെ സിംബോളിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പാത്തിനെ വളരെ ഡീറ്റെയിലായി, പാത്തിലെ പ്രെഡിക്കേറ്റുകളെ വളരെ ഡീറ്റെയിലായി മനസ്സിലാക്കിയ ശേഷം ഓരോ പ്രെഡിക്കേറ്റുകളെയും ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു പാത്തിലെ എല്ലാ പ്രെഡിക്കേറ്റുകളും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പാത്തിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെ SOP എക്സ്പ്രഷനിൽ എത്ര പാത്തുകളാണോ ഉള്ളത് ഓരോ പാത്തിനെയും ഇതുപോലെ എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആ എൻറ്റയർ എക്സ്പ്രഷനിൽ എത്ര വ്യത്യസ്തമായ പാത്തുകളുണ്ടോ എല്ലാ പാത്തുകളും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം ആ എൻറ്റയർ പ്രോഗ്രാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന്. ക്ലിയറായോ? ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ SOP എക്സ്പ്രഷനിൽ ഒന്നിലധികം പാത്തുകൾ ഉണ്ടായിരുന്നു. ഓരോ പാത്തുകൾ വീതം നമ്മളെടുത്ത്
ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഇൻപുട്ടുകൾ കൊടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയേക്കാം, ചിലപ്പം കിട്ടാതെ വരാം. ഔട്ട്പുട്ട് കറക്റ്റായി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിംഗ് കറക്റ്റായി പോകുന്നു എന്ന് മനസ്സിലാക്കുകയും തെറ്റായ ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ പ്രോഗ്രാമിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനിയും എടുക്കപ്പെടുന്ന പാത്ത്, ഏത് പാത്താണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ പാത്തിന് നമുക്ക് കറക്റ്റായ ഒരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ പാത്ത് അച്ചീവബിൾ ആണ്. ഞാൻ എന്താ പറഞ്ഞത്? SOP എക്സ്പ്രഷനിൽ ഒരുപാട് പാത്തുകളുണ്ട്. കുറേ പാത്തുകളുടെ കളക്ഷനാണ് നമ്മുടെ SOP. ആ കളക്ഷനിൽ നിന്ന് ഓരോ പാത്തുകളെ വീതം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ പാത്ത് അച്ചീവബിൾ ആണ് എന്ന്. ഇനി സെലക്ട് ചെയ്ത പാത്തിന് വ്യത്യസ്തമായ ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ചില ഇൻപുട്ടുകൾക്ക് അത് വർക്ക് ചെയ്യുകയും മറ്റ് ചില ഇൻപുട്ടുകൾക്ക് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ പാത്തിന് നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പാത്തിന് നമുക്ക് പ്രോപ്പറായ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ പാത്ത് അച്ചീവബിൾ അല്ല. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നൊരു ടേമാണ് പാത്ത് സെൻസിറ്റൈസേഷൻ. പാത്ത് സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ പാത്തുകൾക്കും സൊല്യൂഷൻസ് കണ്ടെത്താനായി നമ്മൾ നടത്തുന്ന ശ്രമത്തിനെ, ദ ആക്ട് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു എ ഗിവൺ പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷൻ. ഒരു പാത്ത് പ്രെഡിക്കേറ്റ് എക്സ്പ്രഷനിലുള്ള എല്ലാ പാത്തുകൾക്കും അതിൻ്റേതായ സൊല്യൂഷൻസിനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പാത്ത് സെൻസിറ്റൈസേഷൻ. ഇനി എങ്ങനെയാണ് പാത്ത് സെൻസിറ്റൈസേഷൻ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതനുസരിച്ച് SOPയിൽ ഒരുപാട് പാത്തുകളില്ലേ, ഇതിലെ ഏത് പാത്തിനെ ആദ്യം ചെക്ക് ചെയ്യും? അതിന് പറയുന്നു ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് പാത്തിനെ ചെക്ക് ചെയ്യുക, പിന്നെ അതിലും വലിയ പാത്തിനെ ചെക്ക് ചെയ്യുക, പിന്നെ അതിലും വലിയ പാത്തിനെ ചെക്ക് ചെയ്യുക. അപ്പം ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് എന്ന രീതിയിൽ വേണം പാത്തുകളെ തിരഞ്ഞെടുത്ത് ടെസ്റ്റ് ചെയ്യുവാനായി. ഓക്കെ, അപ്പോൾ സ്മോളർ ടു ലാർജസ്റ്റ് എന്ന രീതിയിലാണ് പാത്തുകളെ തിരഞ്ഞെടുക്കേണ്ടതും അവയെ ടെസ്റ്റ് ചെയ്യേണ്ടതും. ഇത് മാത്രമല്ല, ഓരോ പാത്തിലും വ്യത്യസ്തമായ പ്രെഡിക്കേറ്റുകൾ ഉണ്ടാവാം. ഓരോ പ്രെഡിക്കേറ്റുകളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസും ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ നമ്മൾ പലതരത്തിലെ വേരിയബിൾസ് ഏത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. 4 ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണുള്ളത്. 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, 3 കോറിലേറ്റഡ് വേരിയബിൾസ്, 4 അൺകോറിലേറ്റഡ് വേരിയബിൾസ്. ഈ ഒരു പ്രെഡിക്കേറ്റ് കൺസിഡർ ചെയ്യുക. നമ്മുടെ പ്രെഡിക്കേറ്റാണ് x<=y+3. ഈ പ്രെഡിക്കേറ്റിൽ നമുക്ക് എക്സിനും വൈക്കും ഇങ്ങനൊരു വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം. x4ഉം y2ഉം. y2 ആവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? 4< ≤ 2+3. 2+3 5 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 4< ≤ 5 എന്നാണ്, വിച്ച് ഈസ് ട്രൂ. അതായത് പ്രെഡിക്കേറ്റ് ട്രൂ ആയി. ഈ വാല്യൂസ് കൊടുത്തപ്പോൾ പ്രെഡിക്കേറ്റ് ട്രൂ ആയി. അതേസമയം ഞാൻ പ്രെഡിക്കേറ്റിന് ഈ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ എക്സിന് 4 എന്നും വൈക്ക് -1 എന്നും കൊടുത്തു. ഓർക്കുക, രണ്ടിടത്തും ഞാൻ എക്സിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടില്ല. എക്സിൻ്റെ വാല്യൂസ് സെയിം ആണ്, വൈയുടെ വാല്യൂ മാത്രമാണ് മാറിയത്. വൈയുടെ വാല്യൂ ഞാൻ -1 കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? 4< ≤ -1+3. -1+3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4< ≤ 2 കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, ഫോൾസ് ആയി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പ്രെഡിക്കേറ്റ് ട്രൂ ആവണോ ഫോൾസ് ആവണോ എന്ന് തീരുമാനിക്കുന്ന ഇതിലെ വേരിയബിൾസിൻ്റെ വാല്യൂസാണ്. ഇതിൽ വൈയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് പ്രെഡിക്കേറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ മാറുന്നുണ്ട്. അതായത് x< ഈ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ തവണയും എക്സ് ആരെ ആശ്രയിക്കുന്നു? ഈ വേരിയബിളിനെ ആശ്രയിക്കുന്നു. വൈയുടെ വാല്യൂവിനെ ആശ്രയിച്ചാണ് എക്സ് ലെസ് ആണോ ഈക്വൽ ആണോ ഗ്രേറ്റർ ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ വേരിയബിൾസ് ആർ ഡിപ്പെൻഡൻറ്റ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു പ്രെഡിക്കേറ്റ് കൺസിഡർ ചെയ്യാം. ഒന്ന് x< ≤ 5ഉം മറ്റൊന്ന്
y ഗ്രേറ്റർ ദാൻ 2 ഈ രണ്ട് പ്രെഡിക്കേറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രെഡിക്കേറ്റ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിലും മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രെഡിക്കേറ്റ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിലും വേറൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല. അതായത് ഇവിടെ രണ്ട് പ്രെഡിക്കേറ്റുകളും മറ്റൊരു വേരിയബിളിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. ഈ രണ്ട് വേരിയബിളുകൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ എക്സ് വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വൈ എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റ് വേരിയബിളിൻ്റെ വാല്യൂസിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും, ആശ്രയിക്കുന്നില്ലെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമാണ്. അപ്പോൾ പ്രെഡിക്കേറ്റുകളിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ടാവാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് കോറിലേറ്റഡ് ആൻഡ് അൺകോറിലേറ്റഡ് വേരിയബിൾസ്. എന്താണെന്ന് നോക്കാം. ഇതൊരു പ്രോഗ്രാമാണെന്ന് കരുതുക. ഈ പ്രോഗ്രാമിലെ രണ്ട് ഫങ്ഷൻസ് ആണ് F1ഉം F2ഉം. F1 എന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന രണ്ട് വേരിയബിൾസ് ആണ് എക്സും വൈയും. Z എന്ന് പറയുന്നത് F2 എന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ വേരിയബിൾസ് തമ്മിൽ ഏതെങ്കിലും തരത്തിലെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവയെ കോറിലേറ്റഡ് വേരിയബിൾസ് എന്ന് വിളിക്കാം. അതേസമയം പരസ്പരം യാതൊരു റിലേഷൻഷിപ്സും ഇല്ലാത്ത വേരിയബിൾസിനെ നമുക്ക് അൺകോറിലേറ്റഡ് വേരിയബിൾസ് എന്ന് വിളിക്കാം. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ തരാം. ഇവിടെ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു പ്രോഗ്രാമും അതിൽ ഉൾപ്പെട്ട രണ്ട് ഫങ്ഷൻസും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ രണ്ട് വേരിയബിൾസ് ഫസ്റ്റ് ഫംഗ്ഷനിൽ ഉപയോഗിക്കപ്പെടുന്നു, അതേസമയം ഈ വേരിയബിൾ സെക്കൻഡ് ഫംഗ്ഷനിൽ ഉപയോഗിക്കപ്പെടുന്നു. ഇനി ഇതിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ദേ ബോത്ത് ബിലോങ് ടു ഫംഗ്ഷൻ F1. ഒരേ ഫംഗ്ഷനിലെ രണ്ട് വേരിയബിൾസ് ആണ് ഇവ രണ്ടും. അങ്ങനെയെങ്കിൽ അവരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദേ ഷെയർ എ റിലേഷൻഷിപ്പ് ബിക്കോസ് ദേ ബോത്ത് ബിലോങ് ടു സെയിം ഫംഗ്ഷൻ. അതേസമയം Z എന്ന് പറയുന്ന വേരിയബിൾ മറ്റൊരു ഫംഗ്ഷൻ്റെ ഭാഗമായതുകൊണ്ട് എക്സുമായും വൈയുമായും അതിന് റിലേഷനില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വേരിയബിളുകളിൽ തമ്മിൽ ഒന്നുകിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ അവയെ കോറിലേറ്റഡ് വേരിയബിൾസ് എന്നും ഇല്ലെങ്കിൽ അൺകോറിലേറ്റഡ് വേരിയബിൾസ് എന്നുമാണ് അവയെ വിളിക്കുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കോറിലേറ്റഡ് വേരിയബിൾസ് ആൻഡ് അൺകോറിലേറ്റഡ് വേരിയബിൾസ്. ഓക്കെ, നമ്മൾ പഠിച്ചു വന്നിരുന്നത് പാത്ത് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഒന്നിലധികം പാത്തുകളുണ്ടെങ്കിൽ അതിൽ ഏത് പാത്തിനെ ആദ്യം ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സ്മോളസ്റ്റ് പാത്തിനെ ആദ്യം ടെസ്റ്റ് ചെയ്യുക, പിന്നീട് ലാർജർ പാത്തുകൾ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ഓരോ പാത്തുകളെ എടുക്കുമ്പോൾ അതിൽ ഒന്നിലധികം പ്രെഡിക്കേറ്റുകൾ ഉണ്ടാകാം. ഓരോ പാത്തുകൾ എടുക്കുമ്പോൾ അതിൽ ഒന്നിലധികം പ്രെഡിക്കേറ്റുകൾ ഉണ്ടാവാം. ഇതിൽ ഏത് പ്രെഡിക്കേറ്റിനെ ആദ്യം ടെസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചത്. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു പാത്തിലെ ഒന്നിലധികം പ്രെഡിക്കേറ്റുകളിൽ നിന്ന് ഏത് പ്രെഡിക്കേറ്റിനെ ആദ്യം ടെസ്റ്റ് ചെയ്യണമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കേട്ടുകൊള്ളാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പ്രെഡിക്കേറ്റ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റുകളെ വേണം ആദ്യം ചെക്ക് ചെയ്യാൻ. ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമായിരിക്കണം. അവർ തമ്മിൽ റിലേഷൻഷിപ്സും പാടില്ല. അൺകോറിലേറ്റഡ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, വേരിയബിൾസ് തമ്മിൽ യാതൊരു വിധത്തിലെ റിലേഷൻഷിപ്പും പാടില്ല. അവ അൺകോറിലേറ്റഡ് റിലേഷൻസുമായിരിക്കണം. അതേസമയം അവർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമായിരിക്കണം. പരസ്പരം അഫക്റ്റ് ചെയ്യാത്ത വേരിയബിൾസുമായിരിക്കണം. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കാത്ത വേരിയബിൾസ് ആയിരിക്കണം. ഇത്തരത്തിലെ പ്രെഡിക്കേറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ടെസ്റ്റ് ചെയ്യുക. 2, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആവാം, പക്ഷേ വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ കോറിലേറ്റഡ് ആവാം. അപ്പോൾ എങ്ങനത്തെ പ്രെഡിക്കേറ്റുകളെ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത്? പ്രെഡിക്കേറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ബട്ട് ദോസ് വേരിയബിൾസ് ക്യാൻ ബി കോറിലേറ്റഡ്. പരസ്പരം റിലേഷനുള്ള എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റുകളെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മൂന്നാമത് ആരെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാറ്റഗറിയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കാറ്റഗറിയാണ്.
ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം, പക്ഷേ അൺകോറിലേറ്റഡ് ആയിരിക്കണം. ഇങ്ങനത്തെ കാറ്റഗറിയാണ് നമ്മൾ മൂന്നാമതായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വി ആർ ഗോയിങ് ടു ചെക്ക് ദോസ് പ്രെഡിക്കേറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ബട്ട് ദോസ് വേരിയബിൾസ് മസ്റ്റ് ബി അൺകോറിലേറ്റഡ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു കൊള്ളട്ടെ, പ്രശ്നമില്ല, പക്ഷേ അവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും കാണാൻ പാടില്ല. അത്തരത്തിലെ വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റുകളുണ്ടെങ്കിൽ അവയെ ടെസ്റ്റ് ചെയ്യാം. ഫോർത്ത് ആൻഡ് ഫൈനൽ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തന്നെ, പക്ഷേ അവരുടെ ഇടയിൽ റിലേഷൻഷിപ്പ് വേണമെങ്കിലാവാം. അതായത് കോറിലേറ്റഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് അടങ്ങുന്ന പ്രെഡിക്കേറ്റുകളാണ് നാലാമതായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ 4 പ്രധാനപ്പെട്ട റൂൾ എന്തൊക്കെയാണ്? ഒരു പാത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒന്നിലധികം പ്രെഡിക്കേറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് പ്രെഡിക്കേറ്റിനെ ആദ്യം ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രെഡിക്കേറ്റ്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അൺകോറിലേറ്റഡ് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റുകളെ ആദ്യം സെലക്ട് ചെയ്യുക. സെക്കൻഡ്, സെലക്ട് ദോസ് പ്രെഡിക്കേറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻഡിപെൻഡൻറ്റ് ബട്ട് കോറിലേറ്റഡ് വേരിയബിൾസ്. Third category, select those predicates which includes dependent and uncorrelated variables. And last and final, select those predicates which includes both dependent and correlated variables. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ച് വേരിയബിൾസിനെയും പ്രെഡിക്കേറ്റുകളെയും അറേഞ്ച് ചെയ്ത് അതിനെ ടെസ്റ്റിംഗ് ചെയ്ത് ഫൈനലി നമുക്ക് എന്തുറപ്പിക്കാം? നമ്മുടെ പ്രോഗ്രാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാത്ത് സെൻസിറ്റൈസേഷൻസ് അച്ചീവബിൾ പാത്ത് എന്നുള്ള സെക്ഷനിൽ പഠിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു.